തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത ഡിവൈഎഫ്ഐ നേതാവിനെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവിട്ട് ഡിഐജി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലനെയാണ് നാടുകടത്തുക. 6 മാസത്തേക്കാണ് നാടുകടത്താൻ ഡിഐജി അജിത ബീഗം ഉത്തരവിട്ടത്. ജെയ്സൺ ചാമവളപ്പിലുണ്ട് വിവരങ്ങളുമായി. ജെയ്സൺ, എന്താണിപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിലേക്ക് നയിച്ച സാഹചര്യം, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡിവൈഎഫ്ഐയുടെ നേതാവാണ് നിതിൻ പുല്ലൻ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, അതായത് ഡിസംബർ 22-നാണ് ചാലക്കുടി ITIയിൽ തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെ പോലീസിന്റെ ജീപ്പ് തകർത്ത് ജീപ്പിന് മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നതടക്കമുള്ള വലിയ അക്രമ പരമ്പര അരങ്ങേറിയിരുന്നു. ഈ അക്രമ പരമ്പരയ്ക്ക് നേതൃത്വം നൽകുകയും ജീപ്പ് തകർക്കുകയും ചെയ്തത് നിതിൻ പുല്ലനായിരുന്നു. പിന്നീട് നിതിൻ പുല്ലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്ന് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സംഭവത്തിലെ മുഖ്യ പ്രതിയാണ് നിതിൻ പുല്ലൻ. ഇയാൾ 54 ദിവസം ഈ കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 13-നാണ് അയാൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇയാൾക്ക് ചാലക്കുടിയിലും ആളൂർ പോലീസ് സ്റ്റേഷനുകളായി 4 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെയാണ് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം ഇയാളെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. 6 മാസത്തേക്കാണ് നാടുകടത്തൽ ഉത്തരവ് പ്രാബല്യത്തിൽ നിൽക്കുക. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലനെയാണ് 6 മാസത്തേക്ക് നാടുകടത്താൻ DIG അജിത ബീഗം ഉത്തരവിട്ടിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.